തിരുവനന്തപുരത്ത് നടന്ന സ്പീക്ക് ആൻഡ് ഷൈൻ പ്രസംഗ പരിശീലന പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു പത്തനംതിട്ടക്കാരൻ പ്രോഗ്രാമിൻ്റെ സമാപന ചടങ്ങിൽ ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി. എൻ്റെ കോളേജ് പഠനകാലത്തിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ചുറുചുറുക്കോടുകൂടി മുൻപന്തിൽ നിന്ന ഞാൻ ഇന്ന് ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ്, ഉൾവലിയുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങൾക്കും ഇങ്ങനെ ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ അത്ര സ്മാർട്ടായി നിന്ന ആളുകൾ പലപ്പോഴും പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് ഉൾവലിയുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. നിങ്ങൾ അന്നത്ര സ്മാർട്ടായിരുന്നു, അന്നത്ര ചുറുചുറുക്കുള്ള ആളായിരുന്നു. ആ ചുറുചുറുക്കും സ്മാർട്ട്നെസ്സും ഇന്ന് കൈമോശം വന്നോ, നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾ ഉൾവലിയുന്നത്. അതൊരു പക്ഷെ കുടുംബമാവാം, അതല്ലെങ്കിൽ ജോലിയാവാം, മക്കളാവാം. കുടുംബവും മക്കളും ഒക്കെ വേണം. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. പുതിയ സ്കില്ലുകൾ, കഴിവുകൾ നേടിയെടുക്കാൻ നമ്മളെ കണ്ടെത്താൻ, ഡിസ്കവറി ഓഫ് യുവർ സെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ ആ രൂപത്തിൽ സമയം ചെലവഴിക്കാൻ കഴിയേണ്ടതുണ്ട്. ചില ആളുകൾ റിട്ടയർമെന്റോട് കൂടി ജീവിതം അവസാനിപ്പിക്കാറുണ്ട്. എല്ലാം കൊണ്ടും അവർ ഉൾവലിയുന്ന സ്വഭാവം, ഇതൊക്കെ മതി എന്ന ജീവിതത്തിൽ ആരാബ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ പലപ്പോഴും പുതിയതിൽ നിന്നും, പുതിയത് പഠിക്കുന്നതിൽ നിന്നും, ചെയ്യുന്നതിൽ നിന്നും പിൻവലിയാറുണ്ട്, ഉൾവലിയാറുണ്ട്. ബ്രിട്ടീഷ് റൈറ്റർ C.S. ലെവിസ് ഒരിക്കൽ പറഞ്ഞു, യു ആർ നെവർ ടു ഓൾഡ് ടു സെറ്റ് എ ന്യൂ ഗോൾ ഓർ ടു ഡ്രീം എ ന്യൂ ഡ്രീം. നിങ്ങൾ പുതിയ ലക്ഷ്യം നിർണ്ണയിക്കുവാനോ പുതിയ സ്വപ്നം കാണുവാനോ ഒരിക്കലും പ്രായം ഏറിയവനല്ല.